VC നിയമനത്തിനുള്ള പ്രതിനിധികളെ ആവശ്യപ്പെട്ട ഗവർണർ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ നൽകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സെനറ്റ് യോഗങ്ങൾ പ്രതിനിധികളെ നൽകാത്ത സാഹചര്യത്തിലാണ് ഗവർണറുടെ നിർദ്ദേശം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും സർവകലാശാലകളെ വരുതിയിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് വലിയ തിരിച്ചടിയായിരുന്നു രാഷ്ട്രപതി ചാൻസലർ ബില്ല് തടഞ്ഞുവെച്ചത്. അതിനുശേഷം നടപടികൾ കടുപ്പിക്കുക തന്നെയാണ് ഗവർണറും ചെയ്യുന്നത്. VC നിയമനത്തിനുള്ള പ്രതിനിധികളെ ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ. ഇത് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ കൂടി അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് പകരുന്നത് തന്നെയാണ് രാഷ്ട്രപതി ഭവനിലുള്ള നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും VC നിയമന നടപടികൾ കടുപ്പിക്കാനുള്ള ഗവർണറുടെയും രാജ്ഭവന്റെയും തീരുമാനം. അന്ത്യശാസനം നൽകിയാണ് കഴിഞ്ഞ ദിവസം 8ഓളം സർവകലാശാലകളിൽ സെനറ്റ് യോഗം ചേർന്ന് പ്രതിനിധികളെ നൽകണം എന്ന നിർദ്ദേശം ഗവർണർ നൽകിയത്. സുപ്രീം കോടതി വിധിയുടെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു നിർദ്ദേശം സർവകലാശാലകൾക്ക് നൽകിയത്. പക്ഷേ പല സർവകലാശാലകളും VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി സെനറ്റ് യോഗങ്ങൾ ചേർന്നിരുന്നെങ്കിലും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ തയ്യാറായിരുന്നില്ല. ഒറ്റക്കെട്ടായി SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഒപ്പം തന്നെ CPM അനുകൂല സെനറ്റ് അംഗങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയുമായിരുന്നു. പ്രതിനിധികളെ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്ത്യശാസനം വീണ്ടും നൽകിക്കൊണ്ട് ഗവർണർ നടപടികൾ ആരംഭിക്കുന്നത്. VC നിയമനത്തിലുള്ള പ്രതിനിധികളെ ഉടൻ തന്നെ നൽകണം എന്നുള്ളതാണ് രാജ്ഭവൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. VC നിയമന നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ആവശ്യപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും തരത്തിൽ ഇനിയും സർവകലാശാല നടപടി മുന്നോട്ട് പോയില്ലെങ്കിൽ മറ്റ് നടപടിയിലേക്ക് ഗവർണർ നീങ്ങുമെന്നുള്ള സംശയം. എന്തായാലും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ ഗോപിനാഥ് നിയമനവുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവത്തിലാണ്. VC നിയമനത്തിലുള്ള പ്രതിനിധികളെ ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ നൽകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സെനറ്റ് യോഗങ്ങൾ പ്രതിനിധികളെ നൽകാത്ത സാഹചര്യത്തിലാണ് ഗവർണറുടെ നിർദ്ദേശം. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.